പ്രവാസ ജീവിതത്തിന്റെ നോവും നൊമ്പരവും പേറിയുള്ള 41 വർഷങ്ങൾ. 1971 തന്റെ 22-ാം വയസ്സിൽ ഖത്തറിലേക്ക് കപ്പൽ കയറിയ നാദാപുരക്കാരൻ, കുമ്മങ്കോട് സ്വദേശി കനവത്ത് മൊയ്തു ഹാജി. പ്രവാസ ചരിത്രത്തിന്റെ സാക്ഷ്യപത്രമായ ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് നാട്ടുവിശേഷത്തോടൊപ്പം ഏവർക്കും സ്വാഗതം. പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഒരു കാലം. പുരോഗമനങ്ങളൊന്നുമില്ല. മിക്കവരും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർ. 1960-70 കാലഘട്ടത്തിലെ നമ്മുടെ ഗ്രാമങ്ങളിലെ അവസ്ഥയും ഇതായിരുന്നുവെന്ന് മൊയ്തു ഹാജി വിശദീകരിക്കുന്നു. നാട്ടിലെ സാമ്പത്തികം ജീവിക്കുന്നതിന് വിഷമം തന്നെയാണ്. ജീവിക്കാൻ മാറിയില്ല. അതിനോണ്ട് പണിക്കെല്ലാം പോയാൽ ഒരു ഉറുപ്പ്യം ചായ ആവശ്യവരെ പണിയെടുത്താൽ പിന്നെ 1:15 ഉച്ചവരെ കൈക്കോട്ടണിക്ക് പോയാലും കൃഷിപ്പണിക്ക് പോയാലും കുറുമ്പത്തെ കുഞ്ഞാലി അധികം കൃഷിപ്പണി വയലിൽ തോട്ടെടുത്ത നടലും കൂടി പിടിച്ച് നടലും എല്ലാ പണിയും ഒന്ന് ഞാനായിട്ട്. അന്ന് മുസ്ലിങ്ങളും പണിക്ക് പോകും. പുല്ലാട്ടമ്പത് ഞാൻ പാട്ടിലും പോയത്, ഓറത്തമ്പത് പുതുപ്പടി പോകുന്നത്, പിന്നെ ഇങ്ങനെ കട്ടിയല്ല തൂപ്പിക്ക അവതുക്ക ഇങ്ങനെ ഉള്ള ആൾക്കാർ മരവക്കണ്ണി മൊയ്തുക്ക. എൻ്റെ ഗുരുനാഥൻ മരവക്കണ്ണി മൊയ്തു നെരിക്കോളം മൊയ്തു എന്ന് പറയുന്ന മരവക്കണ്ണി മൊയ്തു. അവനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്കെല്ലാം കൂട്ടിക്കൊണ്ടുപോവാം കൈക്കോട്ട് പണിക്കെല്ലാം. അങ്ങനെ വണ്ടോടി പോയിട്ട് ഞാൻ ഒന്നായിട്ട് പണിയെടുക്കുക. അന്ന് മണ്ണിലോതൊക്കാക്കും കാലിച്ച കുനിയെല്ലാം ആക്കലും നല്ല വയലിൽ ഉള്ള നേരത്തിൽ വൈകുന്നേരത്തിൽ കുനിയാക്കലും തോട്ടോളിത്തായ കുനിയാക്കലും വയൽ നിർത്തിയിട്ട് മണ്ണ് പോരലും കൊണ്ടിടലും. അങ്ങനെ അന്ന് 1:15 1:30 1:45 പിന്നെ 2 രൂപ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഉപജീവനത്തിനു വേണ്ടി നമ്മുടെ നാട്ടുകാരും നാടുവിടലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. സാഹസികമായ പലായനങ്ങൾ, കിട്ടുന്ന ലോഞ്ചിലും കപ്പലിലുമായി ആഴക്കടലിലൂടെയുള്ള ദീർഘമായ യാത്രകൾ, കറാച്ചി, സിലോൺ, ബർമ, ദുബായ്, മലേഷ്യ, ഇങ്ങനെ നീളുന്നു ആ കഥകളുടെ ചരിത്രങ്ങൾ. ഈ കാലഘട്ടത്തിൽ നിരവധി നാദാപുരത്തുകാരും ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടി പോയിട്ടുണ്ട്. എന്നാൽ 1971 പുതിയോട്ടിൽ ഹമീദ് ഹാജിയുടെ കെയർ ഓഫിൽ NOC ശരിയാക്കിയാണ് മൊയ്തു ഹാജി ഖത്തറിലേക്ക് കപ്പൽ കയറിയത്. ഞാൻ ഖത്തറിൽ വരുമ്പോൾ ഇവിടെ ഒരു പുരോഗമനമൊന്നുമില്ല. ഇന്നത്തെ പോലെ ഒറ്റ ബിൽഡിങ്ങുകളും പിന്നെ ശമ്പളം 150 രൂപ ശമ്പളമുള്ളൂ കുടുംബത്തിലും. പിന്നെ ഹോട്ടലിൽ പണി എന്താ ഹോട്ടലിൽ ചെലവും കഴിച്ചാണ്, റൂമും ചെലവും കഴിച്ചാണ് ശമ്പളം 150. പിന്നെ 180 അന്ന് ഞാൻ മിനി ഹോട്ടലാണ് വന്നിട്ട് പണിയെടുത്ത് മുറുക്കാൻ കൂടി. അന്ന് മുറുക്കാൻ 150 രൂപ ദിവസം 6 രൂപ. അന്ന് ഖത്തറും ദുബൈയും ഒരേ പൈസയാണ്. ഖത്തറിന്റെ ദുബൈ. പിന്നെ സമയവും ഒന്നാണ്. സ്ഥലങ്ങളാണ്, മരുഭൂമികളാണ്. ബിൽഡിങ്ങും വലിയ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. വാട്ടർ സപ്ലൈന്റെ ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ അവിടെ ബിൽഡിംഗ് ആയിട്ട് തലവ് ഒക്കെയുള്ള ഒരു ബിൽഡിംഗ് അത് മാത്രമാണ്. വന്നണഞ്ഞ കാലത്തെ ഒന്നുമില്ലാത്ത മരുഭൂമിയിലെ മണൽ കൂനകളുടെ ഓർമ്മകൾ, ആധുനിക ഖത്തറിന്റെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളുടെ ചരിത്രങ്ങൾ എല്ലാം ഒരു ആൽബം പോലെ തെളിയുകയാണ് മൊയ്തു ഹാജിയുടെ മനസ്സിൽ. ഖലീഫ സ്റ്റേഡിയം എടുക്കാൻ തുടങ്ങിയവരാണ് ശമ്പളം കൂടാൻ തുടങ്ങി. ശമ്പളം കൂട്ടാൻ ഏഷ്യൻ ഗെയിംസിന് ഖലീഫ ഒരു സ്റ്റേഡിയം ഇല്ല. അന്ന് ചെറുതിലൊരു ചെറിയ സ്റ്റേഡിയം മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് ഖലീഫ സ്റ്റേഡിയത്തിന്റെ പണി തുടങ്ങി. അങ്ങനെ ശമ്പളം ധാരാളം പണിക്കാർക്ക് പണിയായി. ഒരുപാട് ലേവേഷങ്ങൾ കൊണ്ടുപോയി. അങ്ങനെയാണ് ശമ്പളം കൂട്ടാൻ തുടങ്ങി. പിന്നെ അന്ന് കമ്പനികളൊന്നുമില്ല. അന്ന് ഒരു സിമന്റ് കമ്പനി മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെയാണ് സ്റ്റീൽ കമ്പനി വന്നതും മേങ്കോ കമ്പനി വന്നു. ഇങ്ങനെ പല പ്രൈവറ്റ് കമ്പനികൾ വന്നതും കമ്പനികളിലേക്കുള്ള ആളെടുക്കാൻ തുടങ്ങിയതും. പിന്നെ സ്റ്റീൽ കമ്പനിയുടെ നാദാപുരക്കാരെ മാമോയിത് നസീമനെ മാമോയിത് ധാരാളം ആളെ കയറ്റി കൊടുക്കും. മൊയ്തു ഹാജിയോടൊപ്പം ആദ്യകാലങ്ങളിൽ ഗൾഫിൽ ജോലിക്കെത്തിയ പ്രവാസികളുടെ കഷ്ടതകൾ, വ്യത്യസ്തങ്ങളായ ജോലികൾ, വിവിധങ്ങളായ ജീവിതാനുഭവങ്ങൾ, AC-യും ഗ്യാസും വ്യാപകമായിട്ടില്ലാത്ത ഒരു കാലം, ഇങ്ങനെ മണൽക്കാറ്റിന്റെ ചൂടും ചൂരുമറിഞ്ഞ 41 വർഷങ്ങൾ ഒരു രാത്രിയിലെ സ്വപ്നങ്ങൾ പോലെ ഓർക്കുകയാണ് ഇദ്ദേഹം. ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്നൊരു രാത്രി ഉറങ്ങി സ്വപ്നം കണ്ട പോലെ 40 കൊല്ലം കഴിഞ്ഞു. വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്ത്. ഞാൻ പണിയെടുത്ത പോലെ
അത് എൻ്റെ നാട്ടുകാർ മുഴുവനും പറയും ഇനി പണി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ ഞാക്കാരിക്ക് കൊടുക്കാൻ അവരെ ഞാൻ കൊടുക്കാൻ. അന്ന് ഭയങ്കര ചൂടാണ്, കണ്ടീഷൻ ഇല്ല, പിന്നെ ഗ്യാസ് സിലിണ്ടർ ഇല്ല, മണ്ണെണ്ണ സ്റ്റവ് കത്തിച്ചിട്ടാണ് ഹോട്ടലിലെല്ലാം ജോലി ചെയ്ത് മണ്ണെണ്ണ സ്റ്റവ് വിളിച്ച് മണ്ണെണ്ണയും വാങ്ങിയിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് അതിനുള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര ചൂടിൽ നിലത്ത് ചാക്ക് പിരിച്ചിട്ട് വേർത്തൊലിക്കുക. ഇപ്പോൾ 15 വർഷമായി ഖത്തർ ഇസ്ലാമിക് ബാങ്കിൽ ജോലി ചെയ്തു വരുന്ന മൊയ്തു ഹാജി ഈ മാസം 5-ാം തീയതി 41 വർഷത്തെ പ്രവാസ ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്. കുമ്മങ്കോട് ഫാറൂഖ് മസ്ജിദ് കമ്മിറ്റി ഖത്തർ കമ്മിറ്റി പ്രസിഡന്റ്, നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ കമ്മിറ്റി അംഗം, KMCCയുടെ സജീവ മെമ്പർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. തന്റെ 41 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഖത്തറിലേക്ക് പ്ലെയിൻ കയറുന്ന യുവ തലമുറയോട് മൊയ്തു ഹാജിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേയുള്ളൂ. കയ്യിൽ ഒരു വിദ്യയുമില്ലാതെ ആരും ഈ പ്രവാസ ഭൂമിയിൽ എത്തിപ്പെടരുത് എന്ന് മാത്രം. വിദ്യാഭ്യാസത്തിന്റെ അഭാവം കൊണ്ട് തനിക്കൊന്നുമുണ്ടായ ദുരനുഭവങ്ങൾ ഇനി ഭാവി തലമുറക്ക് ഈ പ്രവാസ ഭൂമിയിൽ ഉണ്ടാകരുത് എന്നുള്ള പ്രത്യാശയും. അതുകൊണ്ട് ഇപ്പം വിദ്യാഭ്യാസം അന്ന് ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അത്. ഇന്ന് വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാഭ്യാസം എല്ലാ ആളുകൾക്കും നല്ല പണി കിട്ടുന്നുണ്ട്, നല്ല ജോലിയും നല്ല ശമ്പളവും കിട്ടുന്നുണ്ട്, ഫാമിലികളും കൊണ്ടുവന്ന് നല്ല സുഖമായിട്ട് ഇവിടെ താമസിക്കുന്ന കഴിഞ്ഞു വരുന്ന വിദ്യാഭ്യാസം ഉള്ള ആളുകൾ. ഇല്ലാത്ത ആളുകൾ എന്നെ പോലത്തെ ഇവിടെ വന്നാൽ വിഷമം തന്നെയാണ്, കഷ്ടപ്പാടില്ല, നല്ല ഒരു പണി കിട്ടാൻ വിഷമമാണ്. പോയി കഴിയുന്നതും ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം എത്ര സാധിക്കും പഠിക്കാൻ അത്ര പഠിക്കണം. ഇപ്പം SSLC വരെ പഠിച്ചിട്ട് വാക്കോട് എടുത്തിട്ട് വിസക്ക് കാട്ടുന്നുണ്ട്. നാട്ടുവിശേഷത്തിനു വേണ്ടി ദോഹയിൽ നിന്നും ക്യാമറമാൻ AC ജാസിലിനൊപ്പം PK റാഷിദ്, കുമ്മങ്കോട്.